സ്വർണത്തിന്റെ വില ദിനംപ്രതി കുതിച്ചുയരുകയാണ്. സാധാരണ ജനങ്ങൾക്ക് 1 ഗ്രാം പോലും സ്വർണം വാങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതിനെപ്പറ്റി നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം. ജനങ്ങളുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം. പാവങ്ങൾക്കൊന്നും മേടിക്കാൻ പറ്റത്തില്ല. ഇതാണ് ഇങ്ങനെ കൂടി ഇനിയും കൂടുമെന്നാണ് പത്രത്തിൽ കിടക്കണത്. അപ്പോൾ പിന്നെ എങ്ങനെ മേടിക്കും? കൊച്ചുങ്ങളൊക്കെ അതാണ് കൊച്ചുങ്ങളൊക്കെ നിന്നാൽ പിന്നെ ഓരോരുത്തോടെ ഇറങ്ങി പോകണത് സ്വർണ്ണത്തിൻ്റെ ഇതുകൊണ്ട്. അപ്പോൾ ഇനി കല്യാണം കഴിക്കുന്ന കുട്ടികൾ സ്വർണം വേണ്ട, സ്ത്രീധനം വേണ്ടാന്ന് തന്നെ പറയണം. എൻ്റെ മോള് പറയണത് അതാണ്. അവൾക്ക് അത്യാവശ്യം ഒത്തിരി ഉണ്ട്. എങ്കിലും അവൾ പറയണതെന്ന് വെച്ചാൽ അമ്മ എന്നെ പോലെയാണ് വേറെയുള്ള കുട്ടികളും. ഇത് ചോദിക്കണവർക്ക് ഇല്ല, സ്വർണം ചോദിക്കണവർക്ക് അവിടെ കൊച്ചുങ്ങളെ കൊടുക്കൂല എന്നാണ് പറയണത്. ഇതേ കണക്കിങ്ങനെ കൂടെയില്ലയോ. അത് നമ്മളെല്ലാവരും എതിരാണ്. ഇതിനെല്ലാവരും എല്ലാ സ്ത്രീകളും ഇതിനെതിരാണ്. ഇപ്പോൾ 52, 51 ഒരു പവൻ മേടിക്കുമ്പോഴത്തേക്ക് 55-ന് പുറത്താവും. അവരെ പണിക്കൂലി കാര്യങ്ങൾ എല്ലാം കൂടെ ആകുമ്പോൾ 55-ന് പുറത്താവും. അപ്പോൾ ഈ പ്രായത്തിലുള്ള ആർക്കും സ്വർണം വേണ്ടെന്നാണ് പറയണത്. ഇതിൽ പാവപ്പെട്ട കൊച്ചുങ്ങളും കാണൂലേ നമ്മുടെ നാട്ടിൽ. അവരൊക്കെ എന്തുമാത്രം കൊതിക്കും. ഒരു പവനൊക്കെ മേടിക്കണമെങ്കിൽ എങ്ങനെ മറ്റേത് 30, 35, 40 അകത്തൊക്കെ ഉണ്ടായിരുന്നു. ഇനി അത് നടക്കില്ല. സ്വർണ്ണക്കടയിലൊന്നും ആരുമില്ലല്ലേ. ഇപ്പം ബസ്സിലിരുന്ന് വന്നവരൊക്കെ ഈ മഞ്ഞളിലൊന്നും ആരുമില്ല. എങ്ങനെ മേടിക്കും? എനിക്ക് തന്നെ സ്ത്രീധനം ചോദിക്കുന്നവരുണ്ടല്ലോ ഒരുപാട് പേര്. പാവങ്ങൾക്ക് പറ്റത്തില്ല. ഇപ്പോഴുള്ള പെൺപിള്ളേർ പറയണം പറ്റത്തില്ല, 5 മിനിറ്റ് തരും പൊക്കോളാൻ പറയണം. ചോദിച്ചു കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്ക് വാങ്ങാൻ പറ്റുന്ന വിലയാണോ? അല്ല, ചേച്ചിയുടെ കല്യാണമാണ് അടുത്ത മാസം. എൻ്റെ കല്യാണമാണ്. ഇപ്പം വില ഇത്രയും കൂടിയില്ലേ. ഓക്കെ. അപ്പോൾ ഇനി കല്യാണം കഴിക്കുന്ന ആൾക്കാരോട് സ്വർണം വേണ്ടെന്നുള്ളൊരു നിലപാടെടുക്കണം എന്ന് പറയാൻ തോന്നുന്നു. ഉണ്ട്. എന്താണ് പറയുന്നത്? അല്ല, സ്വർണം മാത്രമല്ലല്ലോ, എല്ലാ സാധനങ്ങളുടെയും വില കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. സ്വർണത്തിനായിട്ട് പക്ഷേ എങ്കിലും നമ്മൾ നോക്കുമ്പോൾ ജ്വല്ലറീസിലൊക്കെ ഒരുപാട് വിലക്കാർ വാങ്ങുന്നുണ്ട്. അപ്പം ഡിമാൻഡ് ഉണ്ടതിന്. അപ്പം ആ ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും വില കൂടുമല്ലോ. പാവങ്ങൾ എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു പാവങ്ങൾ ഒരുപാട് പെൺകുട്ടികൾ ഇരിക്കുകയല്ലേ, അവർക്ക് ജീവിക്കണ്ടേ. അത് സ്വർണത്തിൻ്റെ വില ഇങ്ങനെ കൂടി വന്നു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഇടാൻ പാവങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതിന് കുറയ്ക്കണം എന്നുള്ള ഒരു തീരുമാനമാണ് എനിക്ക് പറയാനുള്ളത്. ഈ സ്വർണം നമ്മളിപ്പം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ, അപ്പം നമ്മളെ മോനായാലും വിവാഹം കഴിക്കാൻ ചെല്ലൂലേ. അപ്പോഴും നമ്മൾ സ്വർണ്ണമൊന്നും ഇനിയിപ്പോൾ ഇന്നത്തെ കാലത്ത് ചോദിക്കരുത്. അവർ ഉള്ളവരെന്തരാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കട്ടെ. അല്ലെങ്കിൽ ഉള്ളത് 1 പവനെങ്കിൽ 1 പവൻ അത് മതി. അല്ലാതെ ഇപ്പം അങ്ങനെ ആ ഒരു സമ്പ്രദായം സ്വർണം വിവാഹത്തിന് സ്വർണം അത് സ്ത്രീധനം ചോദിക്കുന്നില്ല. പെൺകുട്ടികളും പറയണം സ്വർണം വേണ്ട. അങ്ങനെ ഒരു നിലപാടെടുത്തെങ്കിലേ പറ്റുള്ളൂ. എങ്കിലേ ഇതിനൊരു തടയിടാൻ പറ്റത്തുള്ളൂ. മേടിക്കാത്തതുകൊണ്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്നാലും പൊതുവായിട്ടൊരു മേടിക്കാൻ പറ്റൂല. വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ സ്വിച്ച് ചെയ്യേണ്ടി വരും. പിന്നെന്താ, സ്വർണം അസറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിമാൻഡ് കൂടൂലേ, പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ഇപ്പോൾ കല്യാണം കഴിക്കുന്ന ഇനിയുള്ള പിള്ളേർ ഈ സ്വർണം ഒഴിവാക്കുന്നതാണോ ബെറ്റർ? ആണ്. എന്തായാലും സ്ത്രീധനം ആരും മേടിക്കുന്നില്ലല്ലോ ഈ പ്രായത്തിൽ. അതുകൊണ്ട് സ്വർണം ഒഴിവാക്കുന്നതാണ് ബെറ്റർ. എനിക്കിപ്പോൾ സ്വർണം വാങ്ങിക്കണമെന്ന് തന്നെ താല്പര്യമില്ല. കാരണം നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന പ്രൈസ് അല്ലല്ലോ. ഇങ്ങനെ നിരവധി കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ സാധാരണക്കാർക്കൊന്നും അത് വാങ്ങിക്കാൻ പറ്റില്ല. 1 ഗ്രാം പോലും വാങ്ങിക്കാൻ പറ്റില്ല. ആ അവസ്ഥയാണ് ഇന്നത്തത്. ഇതൊക്കെ ഈ വലിയ വലിയ വ്യവസായികളുണ്ടല്ലോ സ്വർണത്തിൻ്റെ, അവർ തീരുമാനിക്കുന്നതാണ് ഇന്നത്തെ റേറ്റ്. ഇതിനൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തിൽ. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതിനെപ്പറ്റി എന്താ പറയാൻ, പണം കൂടുതലുള്ളവരെ വാങ്ങും. ഒന്നും പറയാനില്ല. സ്വർണം ഇപ്പം മേടിക്കുന്നില്ല. പെൺപിള്ളേരുണ്ടെങ്കിലല്ലേ സ്വർണം മേടിക്കാൻ പറ്റൂ. മകളില്ല, ഒരു മകനാണ്. വരും ദിവസങ്ങളിലെങ്കിലും സ്വർണത്തിന്റെ വില കുറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഭാരത് വിഷൻ, ആറ്റിങ്ങൽ.